ഞാൻ അപ്പൻ്റെ മകനല്ലേ, ഞാൻ അപ്പൻ്റെ മകളല്ലേ എന്ന് ചോദിക്കുന്നില്ലേ? അങ്ങനെ ചോദിക്കാൻ നമ്മളെ പ്രേരിപ്പിക്കുന്ന എന്താ? അങ്ങനെ ചില സിറ്റുവേഷൻ നമ്മൾ ചോദിക്കും, ഞാൻ ഈ അപ്പൻ്റെ മകനല്ലേ? എന്റെ മകനെ പ്രതിസന്ധി വിളിച്ചു പറ, കർത്താവേ ഞാൻ അങ്ങയുടെ മകളല്ലേ, അമ്മേ ഞാൻ അങ്ങയുടെ മകനാണ് കർത്താവേ. യേശുവിന്റെ നാമം നമ്മൾ പറഞ്ഞെന്താ? ആദ്യനും അന്ത്യനുമായ ഈ ദൈവമാണ് നിന്റെ അപ്പൻ. യേശുവിനെ നമ്മൾ എങ്ങനെയെങ്കിലും ആരാധിക്കുന്നല്ലേ? ആരാധനയുടെ മഹത്വം എന്ന് പറയുന്നത് കഥാവത പറയാ, അവന്റെ ഉപകാരം ഓർത്തു വേണം നമ്മൾ എന്ത് ചെയ്യാൻ? ദൈവത്തെ ആരാധിക്കുക. വെറുതെ സ്വന്തം പറയുന്നതിന് കഥയില്ല. ഹല്ലേലൂയ. വിളിച്ചു പറഞ്ഞ കർത്താവേ ഞാൻ അങ്ങയുടെ മകനാണ്. ഹല്ലേലൂയ. അപ്പൊ നമുക്കൊരു തിരിച്ചറിയണം, എന്റെ അപ്പനാരാ? ഹല്ലേലൂയ. എന്നിട്ട് ദൈവത്തോട് പറയണ, കർത്താവേ ആ കരം ഒന്നിനെ തുറന്നോ. അമ്മേ നമ്മുടെ വിഷയം നമുക്ക് എന്ത് ചെയ്യാൻ കഴിയണം? ദൈവത്തോട് തുറന്നു പറയാൻ കഴിയണം. ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ പിശാചൻ പലതിനെയും പല ആവേശത്തിനും വേലികേർത്തി ഇങ്ങനെ ഒതുക്കി വെച്ചിരിക്കുമ്പോ അവൻ ദൈവാത്മ പറയുന്നത് ഈ ആത്മാവിൽ വെളിയിൽ വരണം. ഹല്ലേലൂയ. ആമേൻ. ആമേൻ. സ്തോത്രം ചെയ്യുന്നു. നീ മുന്നോട്ട് യാത്ര ചെയ്യണം. ഹല്ലേലൂയ. ആമേൻ. നിന്റെ വാഗ്ദത്തം നീ പ്രാപിക്കണം. ഹല്ലേലൂയ. നമ്മൾ എവിടെയെങ്കിലും ആമേ തണല് കാണുമ്പോൾ നിൽക്കാനല്ല, കർത്താവിന്റെ ഓൾക്കാലം ആത്മാവിൽ വിളിച്ചു പറയുക, ആമേ സ്തോത്രത്തിന്റെ പരിമിതി കൗത്തു നിന്ന് വെളിയിൽ വരണം. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിൽ ഞാൻ നിങ്ങൾ വെളിയിൽ വരണം. ആമേ എനിക്ക് നിങ്ങൾക്ക് മുന്നോട്ട് ആമേ ഒരു യാത്രയുണ്ട്. നമ്മൾ ഫുൾ സ്റ്റോപ്പ് ഇടാനല്ല, ഫുൾ സ്റ്റോപ്പ് ഇടാനല്ല. ചില കുടുംബങ്ങളിൽ ചില യോശുവെ പോലെ ദൈവം ചിലതിനെ ഏൽപ്പിച്ചിട്ടുണ്ട്. യോശുവേ നീ എന്തിനാ ഭയപ്പെടണേ? ഹല്ലേലൂയ. ആമേ ഞാൻ നിന്റെ കൂടെ ഉണ്ട്. യേശുവിന്റെ നാമത്തിൽ ആമേ സ്വന്തം ചില കുടുംബത്തിനകത്ത് ചിലതിനെ യോശുവയെ പോലെ ദൈവം ഏൽപ്പിച്ചിട്ടുണ്ട്. ആ യോശുവ തിരിച്ചറിയാൻ കഴിയും. കാരണം എന്താണെന്നറിയാമോ? ഞാൻ വെറുതെ നിൽക്കുകയല്ല, എന്റെ മേൽ ചില ഉത്തരവാദിത്വമുണ്ട്. യേശുവിന്റെ എന്താ പറയാ, നിന്റെ കുടുംബത്തിന്റെ വാഗ്ദത്തം ദൈവം നിന്നോടാ പറഞ്ഞിരിക്കുന്നത്. യേശുവിനോട് വാഗ്ദത്തമെല്ലാം പറഞ്ഞു കൊടുക്കുമ്പോൾ ഈ ജനത്തെ നീ അവിടെ എത്തിക്കണം. അവൻ എത്തിക്കാൻ വേണ്ടി ഒറ്റ കാര്യം പറഞ്ഞു, അമ്മയെ സ്വന്തം ചെയ്യുന്നു, ഈ പ്രമാണം വിട്ട് നീ ഇടത്തോട്ടോ വലത്തോട്ടോ മാറരുത്. അങ്ങനെ നിന്നാൽ ഞാൻ നിന്നോട് കൂടെ. ഇതുപോലെ കഥ പറയാ, ചില വാഗ്ദത്തം നിന്റെ ജീവിതത്തിൽ പ്രാപിക്കാൻ വേണ്ടി പോവുക. ചില വാഗ്ദത്തങ്ങൾക്ക് വിശ്വാസം വെല്ലുവിളി നിൽക്കുമ്പോൾ ആമേൻ 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 എന്ന പോലെ കഥ പറയുന്നു. ആമേൻ ആമേൻ. ചില യോശുവ ഹല്ലേലൂയ ആമേൻ ദൈവ ശബ്ദം കേട്ട് ആമേൻ സ്തോത്രം ചെയ്യുന്നു. ചില മണ്ഡലങ്ങളിലേക്ക് വിശ്വാസത്താൽ കാലെടുത്ത് വെക്കുമ്പോൾ, എന്തിനാ കാലെടുത്ത് വെക്കുന്നത്? ചെങ്കടലിന്റെ മുമ്പിൽ മോശ വടി നീട്ടിയത് ദൈവം പറഞ്ഞല്ലോ. അങ്ങനെ ഇന്ന് പകലിൽ ഞാൻ പറയട്ടെ, വീണ്ടും വീണ്ടും ദൈവാത്മ ഓർപ്പിക്കുന്ന ഒരു കാര്യം, ഇവിടെ നിന്ന് വിശ്വാസത്തോട് സ്വത്രം പറയുമ്പോൾ എന്റെ വിഷയത്തിന് പരിഹാരം ഉണ്ടാവും. നമ്മുടെ സ്വതന്ത്രത്തിന്റെ ശക്തിയല്ല, പിന്നെന്താ? ദൈവഹിതത്തിന് മുമ്പിൽ നാം പ്രതികരിക്കുക. ഹല്ലേലൂയ. ദൈവഹിതത്തിന് മുമ്പിൽ നാം വിശ്വാസത്തോടെ പ്രതികരിക്കുക. യേശുവിന്റെ നാമത്തിൽ മോശയുടെ കയ്യിലിരിക്കുന്ന വടി, അതിനെന്ത് പവറുണ്ട്? അവൻ ഒരുപാട് പവറുള്ള കാര്യമാണ്. പക്ഷെ ആ വടിയൊന്നും മോശ നീട്ടിയില്ല, നോട്ടത്തു. കാരണം എന്താ? അവൻ സ്വന്തം ചെയ്യുന്നു. ദൈവമാണ് നടത്തുന്നത്. ദൈവം പറയുന്നത് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. ഹല്ലേലൂയ. ആമേൻ ആമേൻ. അതുകൊണ്ട് ചോദിച്ചു, എന്റെ കയ്യിലിരിക്കുന്ന വടിയല്ലേ? ഹല്ലേലൂയ. മോശ ഇത് അത്ഭുതത്തിന്റെ വടിയല്ലേ? ആമേൻ സ്വന്തം ചെയ്യും. എന്നാൽ നമുക്കറിയാം, ദൈവ ശബ്ദത്തിന്റെ മുമ്പിൽ ആ വടിയാണ് നീങ്ങി. ആമേൻ. നാം ഒരുപാട് സ്വന്തം പറയുന്നവരാണ്. ഇതുപോലെ ആത്മാവിൽ ഒരു സ്വന്തം പറ. ഹല്ലേലൂയ. ആത്മാവിൽ ദൈവത്തിന് നന്ദി പറ. ഹല്ലേലൂയ. ആമേൻ ആമേൻ. മോശ വടി കൊണ്ട് ഒരുപാട് കാര്യം ചെയ്യുന്നതാണ്. നമ്മൾ പ്രാർത്ഥിച്ച് മടുത്തിരിക്കുമ്പോൾ കർത്താവ് പറയുക, ദൈവ ശബ്ദത്തിന് മുമ്പിൽ നീ ഒരു സ്തോത്രം പറ. അവിടെയാണ് അത്ഭുതം സംഭവിക്കുന്നത്. ആമേൻ. ഇതിപ്പോ കൊടുത്ത വടിയെന്നല്ല, നമ്മൾ സ്തോത്രം പറയുന്നതല്ല, നമ്മൾ ആരാധിക്കുന്നതല്ല. എന്നാൽ ചില സമയത്ത് കർത്താവ് പറയും, നീ നിന്റെ കയ്യിലുള്ള സാധനങ്ങൾ നീട്ട്. ഹല്ലേലൂയ. എങ്ങനെ നീട്ടണം? ഈ ശബ്ദത്തിന്റെ മുമ്പിൽ നീ നീട്ട്. ഹല്ലേലൂയ. ആമേൻ ആമേൻ. ദൈവ സാന്നിധ്യത്തിൽ നീട്ട്. ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ കർത്താവേ അങ്ങയുടെ പദ്ധതി വെളിപ്പെടട്ടെ, അങ്ങയുടെ ഹിതം വെളിപ്പെടട്ടെ. ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ കർത്താവിന്റെ കരങ്ങളിലേക്ക് നമ്മളെ തന്നെ വീണ്ടും നമുക്ക് പൂർണ്ണമായി സമർപ്പിക്കാം. ഹല്ലേലൂയ. ആമേൻ ആമേൻ. ഈ തിരിച്ചറിവ് ഒരിക്കൽ കൂടെ നമുക്ക് പറയാം, കർത്താവേ അങ്ങയുടെ ഉപന്നതി. ആമേൻ. ഇന്ന് വലിയ നിങ്ങളോട് ദൈവത്തിന്റെ ദൂതായിരുന്നു. ദൈവ ശബ്ദം
ആമേൻ. മോശ ദൈവശബ്ദത്തിനോട് വടി നീട്ടിയതുപോലെ അതുപോലെ ആത്മാവിൽ വിളിച്ചു പറ അങ്ങനെ ഉപനദിയാണ് കേട്ടോ. നാം ദൈവശബ്ദത്തിന് പ്രതികരിക്കും എന്താണെന്നറിയാമോ? ആ ദൈവത്തിന്റെ കരം അവിടെ വെളിപ്പെടുകയാണ്. അതിനാർക്കും തടുക്കാൻ പറ്റത്തില്ല. ആമേൻ. അങ്ങനെയെങ്കിൽ ഇതുപോലെ കാലം ദൈവിക വാഗ്ദത്തങ്ങൾക്കെതിരായി നിൽക്കുന്ന എല്ലാ ചിന്തകളെ മാറ്റി വെച്ചിട്ട് അതിനെല്ലാം വകഞ്ഞ് മാറ്റി വെച്ചിട്ട് ആത്മാവിൽ വിളിച്ചു പറ കർത്താവേ അങ്ങന്റെ ഉപനദിയാണ്, അങ്ങന്റെ ആദ്യനും അന്ത്യനുമാണ്. ആമേൻ. സ്തോത്രം. ദൈവം എനിക്കൊരു തുടക്കം കിട്ടും, അത് പൂർത്തീകരിക്കുവാൻ അങ്ങ് മതിയായ ദൈവം. എന്റെ യാത്രയിൽ എന്തെല്ലാം പ്രതിസന്ധിയുണ്ടോ അത് ഞാൻ അറിയുന്നു. ഞാൻ സഞ്ചരിക്കുന്നത് ദൈവത്തിന്റെ വഴിയിലാണ്. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. ഞാൻ സഞ്ചരിക്കുന്നത് മരുഭൂമിയിലാണെങ്കിലും, ആമേൻ, ഞാൻ എന്റെ ഞെരുക്കത്തിലാണെങ്കിലും, ആമേൻ, സ്തോത്രം, എന്റെ മുമ്പിൽ വഴികളൊന്നുമില്ലെങ്കിലും ഇതിന്റെ നടുവിൽ ദൈവത്തിന്റെ അത്ഭുതമുണ്ട്. രണ്ടാം ചെയ്യും. ഇന്ന് പകലിൽ നമുക്കൊരിക്കൽ കൂടെ ആമേൻ സന്തോഷത്തോടെ വിളിച്ച് പറയാം. ആമേൻ. ആമേൻ. സ്വന്തം പിശാച് നോക്കുന്നതെന്ന് പറയാമോ? നീ എങ്ങനെ ആരാധിക്കും? നീ എന്ത് സ്വതന്ത്രമാ പറയാമോ? നിനക്ക് സ്വതന്ത്രം പറയാൻ എന്താ ഉള്ളേ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ പ്രാർത്ഥനയും സ്തോത്രവും ഒക്കെ പഠിപ്പിക്കുമ്പോൾ ആമേൻ ദൈവം നമ്മളെ തട്ടി എഴുന്നേൽപ്പിക്കും. ആമേൻ. സ്തോത്രം ചെയ്യും. ഇതിനാന്നറിയാമോ? അവന് കൊടുക്കേണ്ട മഹത്വം കൊടുക്കേണ്ട ഓരോരുത്തർ കൂടെ തിരിച്ചു കർത്താവ് അങ്ങനെ നീ എന്റെ ഉപനിധിയല്ലേ, നീ എന്റെ പ്രതിഫലമല്ലേ, നീ എന്റെ ഉപനിധിയല്ലേ, നീ എന്റെ പ്രതിഫലമല്ലേ. സർവാംഗസുന്ദരൻ സർവാംഗസുന്ദരൻ സർവനായകൻ സർവാംഗസുന്ദരൻ സർവനായകൻ നമ്മളതിനെ സമർപ്പിക്കാം. തുറന്നു നമ്മൾ സംസാരിക്കുക. നല്ല